ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. മൂന്നാർ ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ആതിഥ്യമരുളുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം ഇത്തരത്തിലൊന്നാണ്. വിനോദസഞ്ചാരി മരിച്ചതടക്കം നിരവധി അത്യാഹിതങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അധികൃതർ ജാഗ്രത പാലിക്കുന്നില്ലെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് സുരക്ഷയൊരുക്കുന്നതിൽ അധികൃതരുടെ അനാസ്ഥ എത്രത്തോളമാണെന്ന് തെളിയിക്കുന്നതാണ് ചീയപ്പാറ. നിലവിൽ സുരക്ഷാ വേലികളും മറ്റുമില്ലാത്തതിനാൽ പായൽ നിറഞ്ഞ വഴുക്കിലുള്ള പാറക്കെട്ടുകളിൽ കയറിയാണ് സഞ്ചാരികൾ ഫോട്ടോ എടുക്കുന്നത്. ചിലർ കുളിക്കുന്നുമുണ്ട്. ഇത് കാൽവഴുതി വീണുള്ള വലിയ അപകടങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. മുമ്പ് ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആനച്ചാലിലെത്തിയപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ചീയപ്പാറയിൽ ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി വേണ്ട അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർക്ക് നിർദ്ദേശവും നൽകി. എന്നാൽ പ്രഖ്യാപനം നടത്തി 1 വർഷമാകുമ്പോഴും മന്ത്രിയുടെ വാക്ക് പാലിക്കുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലില്ല. ഇത് വേണ്ടപ്പെട്ട അധികാരികൾ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഇനിയൊരു ദുരന്തം ഉണ്ടാവാൻ വളരെയേറെ സാധ്യതയുണ്ട്. ഒരു പോലീസുകാരനെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു എന്നത് മാത്രമാണ് ഏക നടപടി. ഇദ്ദേഹത്തിന് നിലവിലുള്ള തിരക്കിൽ ആകെ ചെയ്യുവാൻ കഴിയുന്നത് ഗതാഗതം നിയന്ത്രിക്കുക എന്നത് മാത്രമാണ്. ആളുകൾ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ഇറങ്ങിപ്പോകാതിരിക്കാൻ അപായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാൻ പോലും ഇവിടെ നടപടി ഉണ്ടായിട്ടില്ല. നിസ്സംഗത ഇനിയും തുടർന്നാൽ അപകടങ്ങൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. സന്ദീപ് രാജാക്കാടിനൊപ്പം റിപ്പോർട്ടർ, ഇടുക്കി. തൃശൂർ കാതിക്കൂടം നീറ്റ ജലാറ്റിൻ കമ്പനിയിൽ നിന്നും രാസമാലിന്യം പുറന്തള്ളുന്ന പൈപ്പ് പൊട്ടിയത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കി. കടുത്ത ദുർഗന്ധം പരന്നതോടെ മേഖലയിലുള്ളവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ചാലക്കുടി പുഴയിലേക്ക് രാസമാലിന്യം തള്ളുന്നില്ലെന്ന കമ്പനിയുടെ വാദം ഇതോടെ പൊളിഞ്ഞുവെന്ന് നാട്ടുകാർ പറഞ്ഞു. കാതിക്കുടത്ത് നിറ്റ ജലാറ്റിൻ കമ്പനി ജലവും വായുവും മലിനീകരിക്കുന്നുവെന്നാരോപിച്ച പ്രദേശവാസികൾ സമരം തുടരുന്നതിനിടെയാണ് മാലിന്യ പൈപ്പ് പൊട്ടിയത്. കാരിക്കാത്തോടിലൂടെ കമ്പനി അനധികൃതമായി സ്ഥാപിച്ച പൈപ്പ് പൊട്ടിയൊലിച്ചതോടെ മേഖലയിൽ ദുർഗന്ധം പരന്നു. മൃഗങ്ങളുടെ അസ്ഥികൾ രാസപ്രവർത്തനത്തിലൂടെ ജലാറ്റിനാക്കുന്ന ഒസീൻ പ്രക്രിയയാണ് കമ്പനിയിൽ നടക്കുന്നത്. ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. കാരിക്കാത്തോടിലൂടെയുള്ള വെള്ളം കടന്നുപോകുന്നത് സമീപത്തെ കൃഷിയിടങ്ങളിലേക്കും അതുവഴി ചാലക്കുടി പുഴയിലേക്കുമാണ്. പൈപ്പ് പൊട്ടി രാസമാലിന്യം ഒലിച്ചിറങ്ങിയതോടെ പുഴയും മലീമസമായി. ഈ പുഴയുടെ ഈ മാലിന്യം തള്ളുന്നതിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ താഴത്ത് ഡൗൺ സ്കീമിൽ തന്നെ ഒരുപാട് കുടിവെള്ള പദ്ധതികളുള്ളതാണ്. അപ്പോൾ അത് ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നിരന്തരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും പ്രഷർ ചെയ്തിട്ടും ഇത്രയും സമരവും ഈ കേരളീയ സമൂഹം മൊത്തം ഈ സമരത്തെ അറിയുകയും ഈ വിഷയത്തെ അറിയുകയും ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ നിയമവിരുദ്ധ നടപടി വീണ്ടും തെളിഞ്ഞിരിക്കുകയാണെന്ന് സമരസമിതി ആരോപിച്ചു. ജനങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്ന കമ്പനി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മലിനീകരണ നിയന്ത്രണ ബോർഡിന് പരാതി നൽകി.